ഞാൻ കാണിച്ചു തരാം. ഒരാൾ ചോക്ക് ചെയ്യുമ്പോൾ അയാളുടെ പുറകെ പോയി നിന്നിട്ട് അയാളെ ചെറുതായിട്ടും ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ഡോമിനന്റ് ഹാൻഡിന്റെ ഫിസ്റ്റ് ഇതേപോലെ ചുരുട്ടി പിടിച്ചിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അത് പ്ലേസ് ചെയ്യേണ്ടത് അബ്ഡോമിന്റെ തൊട്ട് മുകളിലായിട്ട് റിബ് കേജിന്റെ സെന്ററിന്റെ തൊട്ട് താഴെയായിട്ട്, അതായത് ഇവിടെ ചെറിയൊരു കുഴിവ് പോലെ ഉണ്ട്, ആ ഭാഗത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് മറ്റേ കൈ ഓവർലാപ്പ് ചെയ്യുക. എന്നിട്ട് ഇൻവേർഡ് അപ്വേർഡ് ഡയറക്ഷനിൽ ഫാസ്റ്റ് ആയിട്ട് ത്രസ്റ്റ് ചെയ്യുക. അങ്ങനെ ത്രസ്റ്റ് മൂവ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുഡ് പാർട്ടിക്കിൾസ് ട്രാപ്പ് ആയിട്ടുള്ളത് പുറത്തോട്ട് പോവുകയും ബ്രീത്തിങ് എളുപ്പമാക്കുകയും ചെയ്യും. സാധാരണ ചോക്കിങ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പിടിക്കാറുണ്ട്. ഇതിനെ യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിങ് എന്നാണ് പറയാറുള്ളത്. ആരെങ്കിലും ചോക്ക് ചെയ്യുന്ന കണ്ടാലും ഓടിപ്പോയി ഹെംലിഷ് മാനർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ആദ്യം അവരോട് ശക്തിയായിട്ട് ചുമയ്ക്കാൻ പറയണം. ചുമയ്ക്കുമ്പോഴത്തേക്കും കുറേയൊക്കെ പാർട്ടിക്കിൾസ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ടും പോയില്ല, ബോധക്കെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹെംലിഷ് മാനർ ചെയ്യുക. ഹെംലിഷ് മാനർ ചെയ്തിട്ടും ഫുഡ് പാർട്ടിക്കിൾ പുറത്ത് പോയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ചോക്ക് ചെയ്യുന്ന അഡൽസിനെ രക്ഷിക്കാനുള്ള ഹെംലിഷ് മാനർ ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത എപ്പിസോഡിൽ പീഡിയാട്രിക് സെഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.